പ്രൈസ് ലോഡ്. ഇന്നത്തെ പ്രോഗ്രാം പാട്ടുകളുടെ നമ്മൾ ചരിത്രമാണ്. ഞാൻ ഇത് മുമ്പേ ഡിസ്പ്ലേ ചെയ്തായിരുന്നു. ഇതിപ്പം വേറെ കുറേ പാട്ടുകളുടെ ചരിത്രം, എങ്ങനെയാണ് ഈ പാട്ടുകൾ എഴുതിയത് ഓരോ ഭക്തന്മാർ. ഈ ഭക്തൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ വെളിയുണ്ടായപ്പോൾ അദ്ദേഹം തമിഴ്നാട്ടിൽ കർത്താവിൻ്റെ സുശേഷ വേലയ്ക്ക് വേണ്ടി പോയ പലവിധ കഷ്ടതകളും വേദനകളും നൊമ്പരങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് പല രീതിയിലുള്ള കഷ്ടങ്ങളായിരുന്നു. പൈസയായിട്ടും അല്ലാതെ കുറേ രീതിയിലുള്ള ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് മനസ്സിനൊരു ചിന്ത വന്നു, എനിക്ക് കൺവെൻഷന് പോകണം, നാട്ടിലെ ഒരു കൺവെൻഷൻ എനിക്ക് പങ്കുകൂടണം. പക്ഷേ കയ്യിൽ പൈസയില്ല, ഒട്ടും പൈസയില്ല. പക്ഷേ ആകെ റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന ഓട്ടോറിക്ഷയ്ക്കുള്ള പൈസയുള്ളൂ ഈ ദേവദാസിൻ്റെ കയ്യിൽ. പക്ഷേ ഈ ദേവദാസൻ ബാഗ് പാക്ക് ചെയ്തു, ഉള്ള പൈസ കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്തു, റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോൾ കുറച്ച് നേരമുള്ളൂ ഇനി ട്രെയിൻ വരാൻ. അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ കുറേ നേരം അങ്ങനെ നോക്കിയിരിക്കുക. ഒരു വെള്ളം മേടിക്കാൻ പോലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുറയുന്ന ഒരാൾ വന്ന് വിളിച്ചു, ഇത് ചെറിയാൻ സാറല്ലേ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ ചെറിയാൻ സാറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പ്രസംഗമൊക്കെ നല്ലതാണ്, ഇഷ്ടപ്പെട്ടു, നല്ലതാണ്, താങ്കൾ ഇനിയും പ്രസംഗിക്കണം, തെരുവിലൊക്കെ നിന്ന് ഞാൻ ഒരോട്ടം കേട്ടായിരുന്നെന്ന്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഒരു ആൻവലപ്പ് ആ ദേവദാസനായി കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മൊത്തം പൈസയായിരുന്നു. ഇദ്ദേഹം ഓടിപ്പോയി പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിൻ കയറിയപ്പോൾ ആ ട്രെയിനിലിരുന്നപ്പോൾ ഈ ഭക്തൻ്റെ മനസ്സിൽ വന്ന വരികളാണ്: മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാ. വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. ഇപ്പം രണ്ടാമത്തെ പാട്ട്, ഈ പാട്ട് എഴുതിയത് എം.ഇ. ചെറിയാൻ സാറാണ്. രണ്ടാമത്തെ പാട്ട്, ഈ ദേവദാസന് ജോലി ചെയ്യുമ്പോൾ സമയത്ത് കർത്താവിൻ്റെ വിളിയുണ്ടായി. പൂർണ്ണ സമയം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവിൻ്റെ വിളിയുണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹം സോൾ ബ്രെഡ് വിന്നറാണ്. ആ വീട്ടിൽ വേറെ ആരും ജോലി ചെയ്യാനില്ല. ഇദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ടാണ് ആ വീട് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ താഴെ കുറേ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തു, എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം, എനിക്ക് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യണം. അപ്പം അവർ ഭയങ്കരമായിട്ട് എതിർത്തു. ഇനി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ വീട്ടിനെ ആര് നോക്കും, ഈ വീട് എങ്ങനെ പോകും മുമ്പോട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭക്തന് അത് ഭയങ്കരമായിട്ട് നൊന്തു. കാരണം സ്വന്തം സഹോദരനാണ് ഇദ്ദേഹത്തിനെ എതിർത്ത് സംസാരിച്ചത്. അപ്പോൾ ഈ ഭക്തൻ എഴുതിയത് ഇങ്ങനെയാണ്: ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ഈ പാട്ട് എഴുതിയത് PM തോമസ് എന്ന് പറഞ്ഞൊരു ഉപദേശിയാണ്. അടുത്ത പാട്ടാണ്, ഈ ദേവദാസൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് എണിച്ചപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞിനെ പെട്ടെന്ന് കാണുന്നില്ല. ഇദ്ദേഹം ഇറങ്ങി ഓടി നോക്കി, പെട്ടെന്നൊന്നും അറിയില്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് പറ്റിയെന്ന്. കുറച്ച് മുമ്പേ ഭയങ്കര ഒരു ശബ്ദം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പോയി. അപ്പോൾ ഇദ്ദേഹം പേടിച്ചു പോയി. ഇദ്ദേഹം വിചാരിച്ചു ചിലപ്പം കർത്താവിൻ്റെ വരവ് വന്നാണ്, എൻ്റെ ഭാര്യയും മക്കളും പോയി, ഇനി ഞാൻ മാത്രം വിട്ടുപോയെന്നുള്ള രീതിയിൽ ഇദ്ദേഹം പേടിച്ചു പോയി. പക്ഷേ പിന്നീട് അറിയുന്ന അവിടുന്ന് ഒരു ഹെലികോപ്റ്റർ, ഈ റബ്ബർ പ്ലാന്റേഷനിൽ അവർ മരുന്നടിക്കാൻ വേണ്ടി ഈ ഹെലികോപ്റ്റർ താന്ന് പറന്നു പോയതാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ നോക്കിയപ്പോൾ ഭാര്യയും കുഞ്ഞുങ്ങളും പുറയിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചിന്ത അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഒരു ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായി. കാരണം കർത്താവിൻ്റെ വരവ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം, നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം എഴുതിയ പാട്ടാണ്: വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല.
തൻ്റെ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരുങ്ങിടാം. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. ഈ ദേവദാസൻ്റെ പേരാണ് ഫിലിപ്പോസ് ഉപദേശി, അല്ലെങ്കിൽ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ലാസ്റ്റ് പാട്ട് ഇതാണ്. ഇന്നലെ ജെയിംസ് ഷാനും പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു ഈ മരണസമയത്ത് ഏഞ്ചൽസ് വരുന്നതും അങ്ങനെ ഒരു അനുഭവം ഉള്ളത്. ഇത് ശരിക്കും ഇത് നടന്ന കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കൊട്ടാരക്കര ആ പ്രദേശത്ത് ഒരു സാധാ വിശ്വാസിയാണ്. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായപ്പം അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന് എല്ലാവരും വിളിപ്പിച്ചു. കാരണം ഇനി കുറച്ച് സമയമുള്ളൂ, എല്ലാവർക്കും കാണണമെങ്കിൽ വന്ന് കാണാമെന്നുള്ള രീതിയിൽ. ഈ ദേവദാസൻ വന്നു. ഇദ്ദേഹം ബെഡിൽ ഇങ്ങനെ കിടക്കുക, ലാസ്റ്റ് മൂമെൻ്റ് ആണ്. അപ്പോൾ ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് ഈ ഭക്തൻ ഈ രോഗക്കിടക്കിൽ കിടക്കുന്ന അപ്പച്ചനോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് പോയപ്പോൾ അപ്പച്ചൻ പറഞ്ഞ്, നീ ഇങ്ങോട്ട് മാറിയിക്ക്, എന്നെ എതിരേൽപ്പാൻ വെള്ളവസ്ത്രം ധരിച്ച ദൂതന്മാർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഭക്തൻ മരിച്ചുപോയി. പക്ഷേ ഈ ദേവദാസൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ പോയപ്പോൾ ഒത്തിരി അത് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായി. കാരണം ശരിക്കും മരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ദേവദൂതന്മാർ നമ്മളെ എതിരേൽപ്പിക്കാൻ വരുമെന്ന്. അങ്ങനെ ഈ ഭക്തൻ എഴുതിയതാണ്, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എൻ്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. പ്രൈസ് ലോർഡ്. Thank you, Jithan brother. Thanks for that wonderful